ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്, അതായത് ലാൻഡ് ഡെവലപ്മെൻറ്റിനുള്ളൊരു പ്രപ്പോസ്ഡ് ബിസിനസ് മോഡലാണ്. അപ്പോൾ ഈ വീഡിയോയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് മോഡൽ ഒന്ന് സേവ് ചെയ്യുക, അതേപോലെ തന്നെ പ്രൊസ്പെക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് ഇത് റിവ്യൂവിന് അയക്കുക, ഇത് വർക്കബിൾ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഫീഡ്ബാക്ക്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബിസിനസ് മോഡലിൻ്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റ് പോർട്ടൽസാണ്. അപ്പം OLX, യൂട്യൂബ് പോർട്ടൽസ്, അതുപോലെ തന്നെ വേറെ റിയൽ എസ്റ്റേറ്റ് പോർട്ടൽസ് ബ്രൗസ് ചെയ്തിട്ട് ഇതേപോലെ ലാർജ് സ്കെയിലിൽ 50 സെൻറ്റിന് മുകളിലോട്ട് ഐഡിയലി 1 ഏക്കർ വരെയുള്ള ലാൻഡുകൾ ഇതേപോലെ ഫോർ സെയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് പോർട്ടൽസ് വഴി. എന്നിട്ട് ആ ഇൻഫർമേഷൻസിനെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഡാറ്റാ ബേസിലോട്ട് കളക്ട് ചെയ്യുക, ഐഡിയലി ഒരു ഗൂഗിൾ ഷീറ്റ് പോലുള്ള ഡാറ്റാ ബേസിലോട്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പം ലാൻഡിൻ്റെ ഹോൾസെയിൽ പ്രൈസ് കിട്ടും, അതുപോലെ തന്നെ സെല്ലറിൻ്റെ കോൺടാക്റ്റ് കിട്ടും, അതുപോലെ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ടുള്ള ലൊക്കേഷൻസിൽ പോകുന്നതിന് പകരം 1-2 ഹൈ ഡിമാൻഡ് ലൊക്കേഷൻസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. മാക്സിമം 2 ഹൈ ഡിമാൻഡ് ലൊക്കേഷൻസിൽ. അതുപോലെ തന്നെ ഈ പോർട്ടൽസ് വഴി നമുക്ക് ലാൻഡിൻ്റെ റീറ്റെയിൽ പ്രൈസും കിട്ടും. അങ്ങനെ ഒരു ഡാറ്റാ ബേസ് ഫോം ആവുകയാണ് ചെയ്യുന്നത്. ഈ ഡാറ്റാ ബേസിൽ നല്ല രീതിയിലുള്ള ഇൻഫർമേഷൻ കാണും. അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡ് സെഗ്മെൻ്റായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് പോർട്ടൽസ്, അതുപോലെ തന്നെ യൂട്യൂബ്, അതുപോലെ തന്നെ വെബ്സൈറ്റിലൂടെ 1-2 ഇതിൽ നിന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 1-2 ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട്, വെർച്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആഡ് ഫ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആഡ് എന്ന് ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള റീറ്റെയിൽ പ്രൈസിൽ വേണം ഈ ആഡ് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു ഡാറ്റാ ബേസ് ഫോം ആവും. ഈ ഡാറ്റാ ബേസിൽ വൻതോതിൽ ഡാറ്റ അക്യുമുലേറ്റ് ചെയ്യും. പൊട്ടൻഷ്യൽ ബയർ ലിസ്റ്റ് വരും. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇതേപോലെ പ്ലോട്ട് നോക്കുന്നതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ബയർ ലിസ്റ്റ് ഇവിടെ ഫോം ആയി വരും. ഇപ്പോൾ 2 ഡാറ്റാ ബേസുകൾ ഇങ്ങനെ ഈ എക്സസൈസ് വഴി ഫോം ആവും. ഒരു ഡാറ്റാ ബേസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ ലാർജ് സ്കെയിലിൽ ലാൻഡ് ഹോൾസെയിൽ വെച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള ഒരു ഡാറ്റാ ബേസും, അതുപോലെ തന്നെ ഒരു വൻതോതിൽ പൊട്ടൻഷ്യൽ ബയേഴ്സിൻ്റെ ഒരു ഡാറ്റാ ബേസും കൂടെ ഫോമായി വരും. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഈ 2 ഡാറ്റാ ബേസ് ക്രിയേറ്റ് ആകുമ്പോൾ ഇതേപോലെ ഒരു സെല്ലറിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെ ഒരു ഹോൾസെയിലുള്ള സെല്ലറിനെ അപ്രോച്ച് ചെയ്തിട്ട് അയാളുടെ അടുത്തൊരു സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെയിൽസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈം ബൈയിങ് പ്രോസസ്സാണ്. ചാടിക്കയറി സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാതെ ഇതിൻ്റെ പണി പറഞ്ഞ് 1-1.5 മാസം ഇത് നീട്ടിക്കൊണ്ട് പോകണം ഈ എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ്. അപ്പോഴേക്ക് തന്നെ നമുക്ക് ഈ ഡാറ്റാബേസിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ ബയേഴ്സിനെ കൊണ്ട് ഈ ലാൻഡ് ഹോൾസെയിൽ പ്രൈസിന് സെല് ചെയ്യാൻ വയ്ക്കാം. അപ്പം ഹോൾസെയിൽ പ്രൈസിന് സെല് ചെയ്യാൻ വയ്ക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുന്ന പ്രൈസിനെക്കാട്ട് അത് കൺസിഡറബിളി ലോവർ ആയിരിക്കും. ഇപ്പോൾ ഒരു 10 lakhs ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ ഇതേപോലെ ഔട്ട്റൈറ്റായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുമ്പോൾ അത് ഒരു 7 lakhs വരെ അല്ലെങ്കിൽ 6 lakhs വരും. അപ്പോൾ ഒരു യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷനാണ് ഈ ക്ലയൻറ്റിന് കിട്ടുന്നത്. ഒരിടത്തും കിട്ടാത്ത രീതിയിലുള്ള പ്രോപ്പർട്ടി പ്രൈസ് ഈ ആദ്യം വരുന്ന ക്ലയൻസിന് കിട്ടും. എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് ഇതേപോലെ ചെറിയ രീതിയിലുള്ളൊരു ടോക്കൺ അഡ്വാൻസ് കളക്ട് ചെയ്ത് വയ്ക്കുക. വലിയൊന്നുമില്ല, ഒരു ബിലോ 10,000 റേഞ്ചിൽ വരുന്ന ടോക്കൺ അഡ്വാൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് സൈമൾട്ടേനിയസ്ലി ഇവരുടെ അടുത്ത് സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കണം. സെയിൽസ് എഗ്രിമെൻറ്റ് നേരത്തെ ഉണ്ടാക്കി വെക്കണം ഇവരുമായിട്ട്. എന്നിട്ട് ആ സെയിൽസ് എഗ്രിമെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് റൈറ്റ് വേ ഈ ടോക്കൺ അഡ്വാൻസ് കളക്ട് ചെയ്തിട്ട് ആ പൈസ വെച്ച് നമുക്ക് സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാം. അതൊരു മെത്തേഡാണ്. അല്ലെങ്കിൽ ആദ്യം ഒരു ചെറിയൊരു ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് സെയിൽസ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് അത് ഫോർമലൈസ് ചെയ്യാൻ വേണ്ടി ഫുൾ പൈസ കൊടുക്കുമ്പോൾ മാത്രമേ അഗ്രിമെൻറ്റ് ഫോർമലൈസ് ആവുമെന്ന് പറഞ്ഞൊരു ക്ലോസ് ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇവരുടെ നിന്നുള്ള ടോക്കൺ അഡ്വാൻസ് കളക്ട് ചെയ്ത് ഈ സെയിൽസ് എഗ്രിമെൻറ്റ് ഫോർമലൈസ് ചെയ്യുകയാണ് വേണ്ടത്. എന്നിട്ട് ബാക്കിയുള്ള ക്ലയൻറ്റിൻ്റെ അടുത്ത് ബാക്കിയുള്ള പൈസ ഈ ഐക്കോൺ എന്ന് പറഞ്ഞാൽ സിഗ്മ അസോസിയേറ്റ്സിലോട്ടാണ് ഈ പൈസ വരുന്നത്. ക്ലയൻറ്റ് ഡയറക്റ്റായിട്ട് പേ ചെയ്യുന്നത് സിഗ്മ അസോസിയേഷനാണ്. എന്നിട്ട് ഇവരുടെ ഈ ആദ്യം വരുന്ന ഇനീഷ്യലായിട്ട് 2-3 ക്ലയൻസിൻ്റെ രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ നടത്തിയിട്ട് ആ പൈസ ഈ ലാൻഡ് ഓണറിന് പോവുകയാണ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി വരുന്ന പൈസ വരും, കുറച്ച് പൈസ എക്സ്ട്രാ ആയിട്ട് സിഗ്മ അസോസിയേഷൻ്റെ ഇതിൽ തന്നെ നിൽക്കും. അത് വെച്ചിട്ട് ഇത് ഡെവലപ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഫർദർ സെക്കൻഡ് സൈക്കിളായിട്ട് രണ്ടാമത്തെ ക്ലയൻസ് വരുമ്പോൾ അവർക്കെല്ലാം ശരിക്കുള്ള മാർക്കറ്റ് പ്രൈസിൽ സെല് ചെയ്യുക. അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മാർക്കറ്റ് പ്രൈസിൽ ലാൻഡ് സെല് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ കൺസിഡർ പ്രോഫിറ്റ് സിഗ്മ അസോസിയേഷനിൽ നെറ്റായിട്ട് അത് അക്യുമുലേറ്റ് ആയി വരും. ഇതാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പം 3-4 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഹോൾസെയിലായിട്ട് സെല് ചെയ്യാനുള്ള ലാൻഡുകൾ, പ്രത്യേകിച്ച് പ്രോപ്പർട്ടി ഹോട്ട്സ്പോട്ടുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ സൈമിൾട്ടേനിയസ്ലി ചെയ്യാവുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ലാൻഡ് സെയിൽസിനുണ്ടെന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഫ്ലോട്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ബയേഴ്സിൻ്റെ ഒരു വലിയൊരു ലിസ്റ്റ് ഡാറ്റാബേസ് പെട്ടെന്ന് ഫോം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയായിട്ട് ഇതേപോലെ സെല്ലർ എഗ്രിമെൻറ്റ്, ഇതേപോലെ സെയിൽസ് റൈറ്റ്, ഇതുപോലെ ഡെവലപ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് ഒരു ടൈം ബൈയിങ് പ്രോസസ്സായിട്ട് പതുക്കെ ചെയ്തെടുത്താൽ മതി. അവരൊന്ന് എഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഫിനാൻഷ്യൽ മാനിക്കുലേഷൻ നടക്കുന്ന പോയിൻ്റാണ് അത്. എന്നിട്ട് ഹോൾസെയിൽ പ്രൈസിന് വളരെ കുറച്ച് പ്രൈസിൽ, ഒരിക്കലും കിട്ടാത്ത രീതിയിൽ ഇതേപോലെ ആദ്യത്തെ കുറച്ച് ക്ലയൻസ് 2-3 ക്ലയൻസിന് സെല് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അവിടെ മാർക്കറ്റ് പ്രൈസിൽ ബാക്കിയുള്ള റിമൈനിങ് ലാൻഡ് സെല് ചെയ്തിട്ട് പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പുൾ ഔട്ട് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഒരു സമർത്ഥനായ ഒരു ലോയറിൻ്റെ പിൻബലം ഇതിന് വളരെയധികം ആവശ്യമാണ്. കാരണം ഇതിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളാണ്. അപ്പോൾ നല്ല ലോയറുടെ ഒരു ഹെൽപ്പ് വേണം, അതുപോലെ തന്നെ നല്ല സമർത്ഥന ഒരു ബാങ്കറിൻ്റെ പിൻബലം വേണം. ഈ 2 ആൾക്കാരുടെയും കൂടെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ ഇത് പുൾ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിലുള്ള 3 എൻറ്റിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഓപ്പറേഷൻ പുൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് സിഗ്മ അസോസിയേഷനാണ്. അപ്പോൾ സിഗ്മ അസോസിയേഷൻ ഇതേപോലെ സെല്ലർ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേപോലെ ഒരുപാട് ഹോൾസെയിലിൽ ഉള്ള ലാൻഡുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബയർ ഡാറ്റാബേസ് ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇതേപോലെ തന്നെ ഹോൾസെയിലിൽ ലാൻഡ് സെല് ചെയ്യുന്നവരെ പലരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അപ്രോച്ച് ചെയ്ത് അവർ ഈ സെല്ലിംഗ് പ്രൈസ് തരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. പിന്നെ ലാൻഡ് ഡെവലപ്മെൻറ്റാണ്. ലാൻഡ് ഡെവലപ്മെൻറ്റിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്. കാരണം കൺസ്ട്രക്ഷൻ ടീമുള്ളതുകൊണ്ട് ലാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് വേണ്ടത് ലോയറാണ്. ഈ ലോയർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. അങ്ങനെയുള്ളൊരു ലോയറിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇത് ആധാരം എഴുതുന്നവരെ കൊണ്ടും പറ്റും. പക്ഷേ എന്നാൽ ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ സെല്ലിംഗ് എഗ്രിമെൻറ്റ് ഇതുപോലെ വാട്ടർ ടൈറ്റായിട്ട് സിഗ്മ അസോസിയേഷന് കുഴപ്പമൊന്നും വരാത്ത രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വളരെ കോപ്പറേറ്റീവായിട്ടുള്ള ഒരു ലോയർ ഇതിൻ്റെ പിന്നിൽ വേണം. പിന്നെ വേണ്ടത് ഒരു ബാങ്കറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന മണി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻകമിങ് മണി വളരെ ഹ്യൂജാണ്. അപ്പോൾ അത് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ ലീഗലായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബാങ്കറിൻ്റെ പിൻബലം വേണം. അപ്പോൾ ഈ 3 എൻറ്റിറ്റീസ് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ പുൾ ഔട്ട് ചെയ്യാൻ പറ്റും.